മഹാരാഷ്ട്രയിൽ ഏകീകൃത സിവിൽ കോഡിന്റെ കരട് തയ്യാറാക്കാൻ 7-അംഗ വിദഗ്ധ സമിതിയെ രൂപീകരിച്ചു. സുപ്രീം കോടതി മുൻ ജസ്റ്റിസ് രഞ്ജൻ ദേശായിയാണ് സമിതിയുടെ അധ്യക്ഷൻ. മുൻ അഡ്വക്കേറ്റ് ജനറലും ചീഫ് സെക്രട്ടറിയും ഉൾപ്പെടെയുള്ള പ്രമുഖരാണ് സമിതിയിലെ മറ്റ് അംഗങ്ങൾ. 6 മാസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് സർക്കാരിന്റെ നിർദ്ദേശം. എസ് നന്ദഗോപൻ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ചേരുകയാണ്. നന്ദിനി, മഹാരാഷ്ട്രയിൽ ഏകീകൃത സിവിൽ കോഡ് വളരെ വേഗത്തിൽ തന്നെ നടപ്പാക്കാനാണോ ദേവേന്ദ്ര ഫട്നാവിസ് സർക്കാരിന്റെ തീരുമാനം? ഗൗതം, ഉത്തരാഖണ്ഡിനും അസമിനും ഒപ്പം ഗുജറാത്തിനും പിന്നാലെ ഇപ്പോൾ ഇവിടെയും മഹാരാഷ്ട്രയിലും ഇപ്പോൾ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ പോകുന്നു. ഇതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ ഒരു ഉന്നതതല സമിതിയെ രൂപീകരിച്ചിരിക്കുകയാണ്. ഈ സമിതി ബോംബെ ഹൈക്കോടതി മുൻ ജഡ്ജിയായിട്ടുള്ള RC ചവാൻ, അതേപോലെ തന്നെ SG മൊഹേര, മുൻ ചീഫ് സെക്രട്ടറി DK ജെയിൻ, മുൻ അഡ്വക്കേറ്റ് ജനറൽ ബിതേന്ദ്ര സാരാഫ്, അതേപോലെ തന്നെ ഭരണഘടനാ വിദഗ്ധൻ രമേശ് പതംഗെ, വിദ്യാഭ്യാസ വിദഗ്ധ ഡോക്ടർ സുവർണ റാവൽ എന്നിവരടങ്ങിയ 7-അംഗ സമിതിയാണ്. ഈ സമിതിക്ക് സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് രഞ്ജന ദേശായിയാണ് നേതൃത്വം നൽകുന്നത്. വിവാഹം, വിവാഹമോചനം, സ്വത്തവകാശം, ദത്തെടുക്കൽ തുടങ്ങിയ വ്യക്തി നിയമങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു പൊതു നിയമ സംഹിതയാണ് സമിതി വിഭാവനം ചെയ്യുന്നത്. 6 മാസത്തെ സമയപരിധിയാണ് സമിതിക്ക് അനുവദിച്ചിരിക്കുന്നത്. ഈ കാലയളവിൽ സംസ്ഥാനത്തെ വിവിധ സാമൂഹിക, സാംസ്കാരിക, മതവിഭാഗങ്ങളുമായി സമിതി വിപുലമായ ചർച്ച നടത്തും. ജനങ്ങളുടെയും അതേപോലെ തന്നെ നിയമവിദഗ്ധരുടെയും അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ച ശേഷം ഒരു അന്തിമ കരട് റിപ്പോർട്ട് സമർപ്പിക്കും. നാഗ്പൂരിൽ നടന്ന ശീതകാല സമ്മേളനത്തിൽ തന്നെ ഈ ബില്ല് ഇരുസഭകളിലും ചർച്ചയ്ക്ക് വെക്കാനാണ് സർക്കാരിന്റെ നീക്കം. എന്നാൽ സമിതിയിൽ ന്യൂനപക്ഷ പ്രതിനിധികളെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധിക്കുന്നുമുണ്ട്. മഹാരാഷ്ട്രയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് രഞ്ജന ദേശായിയുടെ അധ്യക്ഷതയിൽ ഒരു സമിതിയെ ദേവേന്ദ്ര ഫട്നാവിസ് സർക്കാർ നിയോഗിച്ചിരിക്കുകയാണ്. ഇനി ഈ സമിതി 6 മാസത്തിനകം കരട് റിപ്പോർട്ട് നൽകിക്കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിൽ UCC നടപ്പാക്കുന്ന ആദ്യഘട്ടത്തിലേക്ക് ആ സ്റ്റേറ്റ് കടക്കും. നേരത്തെ ഉത്തരാഖണ്ഡും അതുപോലെ തന്നെ ഗുജറാത്തും അസാമും അടങ്ങുന്ന BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഇതിനകം തന്നെ ഏകീകൃത സിവിൽ കോഡിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു. ദേശീയ തലത്തിൽ തന്നെ ഏകീകൃത സിവിൽ കോഡ് വേണം എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ചൂടുപിടിക്കുമ്പോഴാണ് BJP അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇതാ UCC നടപ്പാക്കിക്കൊണ്ട് ചില നീക്കങ്ങൾ നടക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മഹാരാഷ്ട്രയും അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിരിക്കുകയാണ്. നന്ദനാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.